ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മൺട്രോത്തുരുത്തിലുള്ള ചെറിയ തോട്ടിലൂടെ മൺട്രോത്തുരുത്തിലുള്ള വലിയ കായലിലേക്കാണ്. തോണിയിലാണ് യാത്ര. ബോബുവിൻ്റെയും കുഞ്ഞു ബേബിയുടെയും ആദ്യത്തെ എക്സ്പീരിയൻസാണ് തോണി യാത്ര. ഇടയ്ക്കിടെ തോട്ടിലൂടെ പോകുമ്പോൾ ഇതുപോലെ ക്രോസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പാലങ്ങളുണ്ടാവും. അവിടെ എത്തുമ്പോൾ നമ്മൾ കുനിയുകയോ തോണിയിലേക്ക് ഇറങ്ങി താഴെ ഇരിക്കുകയോ ചെയ്യണം. അത് അടുത്തടുത്ത് കുറേ ഉണ്ട് കേട്ടോ. രസമാണ്. ബോബു അത് നോക്കിയിരിക്കും. അതെത്തുമ്പോഴത്തേക്കും കുനിഞ്ഞോ കുനിഞ്ഞോ എന്നും പറഞ്ഞ്. ഞങ്ങൾക്ക് തൊട്ട് മുമ്പിൽ ഒരുപാട് തോണിയിൽ ഒരുപാട് യാത്രക്കാർ പോകുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കാണത്രേ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. മാമൻ തുഴയുന്നത് കണ്ടിട്ട് ബോബുവിനും തുഴയാൻ ഭയങ്കര ആഗ്രഹം. പിന്നെ പ്രദീപ് മാമൻ്റെ വക ഓലമടൽ വെട്ടി ഒരു തുഴയുണ്ടാക്കി കൊടുത്തു. ഇപ്പം തോണി നിയന്ത്രിക്കുന്നത് തോണിക്കാരനല്ലത്രേ, ബോബുവാ പോലും. ഈ കാണുന്നതൊക്കെ ചെമ്മീൻ കെട്ടുകളാണ്. വലയിട്ട് അരികിലും മുകൾ ഭാഗത്തും വലയിട്ട് വേർതിരിച്ചിരിക്കുന്ന ചെമ്മീൻ കെട്ടുകൾ. ഇത് തോടുമായിട്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം തോടുമായി കണക്ഷനുള്ള ഭാഗത്ത് വലയിട്ട് അകത്തുള്ള ചെമ്മീൻ പുറത്തു പോകാതെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ടാകും. തോണിയാത്രകൾ മാത്രമല്ല, വേറെ ഓരോരോ ചെറിയ ചെറിയ ബോട്ടിംഗ് പരിപാടികളൊക്കെ അവിടെയുണ്ട്. ഇത് കായലിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാഴ്ചകളാണ്. വളരെ മനോഹരമായൊരു സായാഹ്നമായിരുന്നു. ചെറിയ കാറ്റും സൂര്യാസ്തമയവും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. ബോട്ടിങ്ങൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗേറ്റ് വേ ഓഫ് മൺട്രോത്തുരുത്താണത്രേ ആ കാണുന്നത്. ഒഫീഷ്യലാണോ എന്നെനിക്കറിയില്ല. ഇത് തുരുത്തിൻ്റെ കായലിൻ്റെ നടുക്കുള്ള ഒരു സ്ഥലം. കുറേ കണ്ടൽക്കാടുകൾക്ക് നടുക്ക് മണ്ണൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി നമുക്ക് ഇറങ്ങി നിൽക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥലം, അധികം താഴ്ചയൊന്നുമില്ലാതെ. ബേബിയെ പതുക്കെ ഷോർട്സൊക്കെ അഴിച്ചങ്ങ് ഇറക്കി. ബേബി ആദ്യം ഒന്ന് നിന്നു, പിന്നെ നടന്നു, പിന്നെ ഇരുന്നു, പിന്നെ അങ്ങ് തുടങ്ങി കളി. പിന്നെ ഒരു വിധത്തിലും വെള്ളത്തിൽ നിന്ന് കയറാൻ പുള്ളി കൂട്ടാക്കിയില്ല. ഞാനിന്നിവിടെയാണ് എന്നും പറഞ്ഞ് അർമാദിച്ചു. എന്നാൽ പിന്നെ നനയട്ടെ എന്നോർത്ത് ഞങ്ങളും വിട്ടുകൊടുത്തു. വളരെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ച. വളരെ ശാന്തമായ അന്തരീക്ഷം. ബെബിയും ബോബുവും ഞങ്ങളും എല്ലാവരും ഒത്തിരി ആസ്വദിച്ചു. ബെബിയുടെ ഡയപ്പറൊക്കെ വെള്ളത്തിൽ കുതിർന്ന് 1 കിലോയോളമായി. അടിപൊളി യാത്ര.